വെടിക്കെട്ടില്ലാത്ത മോശമായിന് എല്ലാവരും മൂഞ്ചി ഇപ്പോൾ മാനത്ത് നോക്കിയിട്ട് ആൾക്കാർ ഇരിക്കുക വെടിയോട്ട്. ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ആലപ്പുഴയിലൊന്നല്ല ഒറ്റയ്ക്ക് നിന്നണ്ട ഇടക്ക് പ്രശ്നം കൊണ്ടാ. ആ വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് നിൽക്കുന്നത് ഇവിടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ആലപ്പുഴയിലൊന്നല്ല, ചങ്ങരംകുളം മുക്കോല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അതായത് കണ്ണേങ്കാവ് പൂരത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗിലുണ്ടാവുക. ആ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സൈറ്റ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രോ പറയാമെന്നുള്ളതില്ല, നല്ല വൈബല്ലേ, അടിപൊളിയല്ലേ, നല്ല വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നത്, അടിപൊളി, നല്ലൊരു പച്ചപ്പായിട്ടുള്ള ഒരുപാട് വരവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പൂരം കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിങ്കാളികളൊക്കെ വരുന്ന ഒരു പൂരമാണ്. ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 5000 കരിങ്കാളികൾ വന്നിട്ടുള്ള ഒരു പൂരമാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് ഏതായാലും അവിടെ പോയി നോക്കാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതേപോലെ തന്നെ നല്ല വെടിക്കെട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെടിക്കെട്ടുള്ള ഒരു പൂരം കൂടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അടിപൊളി വൈബായിരുന്നു കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട്. നേരെ വീഡിയോ എടുക്കുക. ഓക്കെ, നമ്മൾ ഈ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ നടന്ന് പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് പകലാവൂർ ശിവക്ഷേത്രമുണ്ട്. അപ്പം ആ ശിവക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടി ഉള്ളൊരു വഴിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. കുറേ നേരം നമ്മളിങ്ങനെ നടന്ന് വരുന്നത്. പുള്ളിക്ക് വഴി അറിയാമെന്ന് പറഞ്ഞ് വന്നു, പക്ഷേ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വഴിയിൽ വരുന്നത്. അപ്പം ഈ വഴിയെല്ലാം ഒരുവിധം മറന്നിട്ടുണ്ട് ആള്. കറക്റ്റ് അല്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ ഷോർട്ട് കട്ടിലായിട്ട് പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ആ ഭാഗത്തെത്തും. ഞങ്ങൾ പോരുന്ന ഈ വഴിയിൽ കണ്ടൊരു വീടാണ് കേട്ടോ. ഇത് പണ്ടത്തെ ഒരു ഇല്ലം, അടിപൊളിയല്ലേ. ഒറ്റയ്ക്ക് നിന്നണ്ട ഇടക്ക് പ്രശ്നം കൊണ്ടാ. അതിൻ്റെ വലുതായി ജിലേബിയാണ്. ഹായ്,
നമ്മളിപ്പോൾ ഈ ഒരു പാടത്തൊക്കെ പോട്ടെ, ഈ പാടത്താണ് വെടിക്കെട്ട് നടക്കുന്നതെന്ന് നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ പോകണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് വെടിക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാവരും അങ്ങോട്ട് പോകണത് ഈ ഒരു 5, 6:30, 7, 8 മണി ഈ ഒരു ടൈമിലാണ് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കാം, അവിടെ വെടിക്കെട്ട് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്നുണ്ട് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ മറ്റു വഴിയിലാണ്ട് പോകുമ്പോൾ നല്ല തിരക്കായിരുന്നിട്ട്, അപ്പോൾ അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു വഴി കുറച്ച് കുഴപ്പമില്ല, വലിയ തിരക്കൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ്. ഈ ഒരു പാടത്ത് വെച്ചിട്ടാണ് വെടിക്കെട്ട് നടക്കുന്നത് കേട്ടോ. ആ വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നില്ല. ഇതവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റും ലൈറ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയുണ്ട്. പക്ഷെ വലിയ തിരക്കൊന്നുമില്ല. അവിടെ എല്ലാം കച്ചവടക്കാരൊക്കെ ഉണ്ട്. കണേങ്കാവ് പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണാൻ വേണ്ടി അവിടുന്ന് ഭയങ്കര തിക്കും തിരക്കിലൊക്കെ പെട്ട് ഓടിക്കളിച്ച് ഈ ഒരു പാടത്ത് വന്ന കേട്ടോ. ഈ പാടത്ത് വെച്ചിട്ടാണ് വെടിക്കെട്ട് ഉണ്ടാവാറുള്ളത്. വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ നടക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം വെടിക്കെട്ടില്ല, വെടിക്കെട്ട് ക്യാൻസലാണ്. അപ്പോൾ ആകെ മൂഡ് ഓഫായി സത്യം പറഞ്ഞു. എല്ലാവരും ഒരുപാട് ആൾക്കാർ ഈ ഒരു പൂരപ്രേമികൾ ഈ വെടിക്കെട്ടൊക്കെ കാണാൻ വേണ്ടി മാത്രമായി വന്നവരുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഈ ഒരു വെടിക്കെട്ടിൻ്റെ സംഭവങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോലീസ് എടുത്തു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തോ വേറെ എന്തോ ഒരു കേസോ കാര്യം എന്തോ ഉണ്ടായിട്ടാണ് അത് ക്യാൻസൽ ആയിട്ടുള്ളത്. മുന്നേ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇപ്രാവശ്യം വെടിക്കെട്ടില്ലാത്ത പൂരമാണ്. അപ്പോൾ അത് പൂരപ്രേമികൾക്കൊരു തീരാ നഷ്ടമാണ്. ഒരു ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഞാനും സത്യം പറഞ്ഞാൽ ഈ ഒരു വെടിക്കെട്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലെ ത്രില്ലിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കുറേ ആൾക്കാർ ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക ശോകമുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെയൊക്കെ പോയി നോക്കാം. ഇനി അവിടെ എന്തൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. വെടിക്കെട്ടില്ലാത്ത ഭയങ്കര മോശമായി. നമ്മൾ വെടിക്കെട്ട് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് വെടിക്കെട്ടില്ലാത്തതൊരു ഭയങ്കര ഇത്. അവർ പറയണത് വെടിക്കെട്ടുകാർ വന്നു, പോലീസുകാർ സമ്മതിക്കാത്ത കാരണമാണ് വെടിക്കെട്ട് ഉണ്ടാവാത്തതെന്ന് പറയണത്. എന്താണെന്ന് നമുക്കറിയില്ല കറക്റ്റ്. അടുത്ത പ്രാവശ്യം കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വൈബിലാണ് ഇങ്ങോട്ട് വന്നത്. രണ്ട് സെറ്റ് വെടിക്കെട്ട് അടിപൊളി മൂഡ് അങ്ങനെയാണ് വന്നത്. എവിടുന്നാണ്? നമ്മൾ ഗുരുവായൂർ. ഓക്കെ, വേറെ ഒന്നുമില്ല, വന്നിട്ട് കട്ടയ്ക്ക് മൂഞ്ചി, വേറെ ഒന്നും ഉണ്ടായില്ല. പരിപാടിയായി ചെക്കന്മാരെ ആൾക്കാർ ഇത്ര ദൂരത്ത് വന്നിട്ട് എന്ത് പരിപാടി കാണിച്ച് വെടിക്കെട്ടില്ലാത്ത മോശമായിക്കണ്. എല്ലാവരും മൂഞ്ചി ഇപ്പോഴും മാനത്ത് നോക്കിയിട്ട് ആൾക്കാർ ഇരിക്കുക വെടി ഒട്ടും വിചാരിച്ചിട്ട്. വെടിക്കെട്ടില്ലാത്ത ഭയങ്കര മോശമായി. എന്ത് പരിപാടി ഇപ്പോൾ ഒരു കാട്ടിയത്? എത്ര ഉറുപ്പ്യ എത്ര ആൾക്കാർ വന്നിരിക്കണം അവിടുന്ന് ഇവിടുന്നൊക്കെ. ഭയങ്കര മോശമായി. ഞങ്ങളതിനെ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എന്താ ചെയ്യാല്ലേ? നമ്മള് കാലങ്ങളായി കൊണ്ടാടുന്ന ഒരു സംഭവമാണ് ഈ ഉത്സവം എന്ന് പറഞ്ഞത്. ആ ഉത്സവത്തിന് വെടിക്കെട്ട് നിർബന്ധമാണ്. കണ്ണങ്കാവ് ഉത്സവത്തിന് വെടിക്കെട്ട് നിർബന്ധമാണ്. അത് നിർബന്ധമായി നടത്താനുള്ള അതിനുള്ള ഭാരവാഹികൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു. കാരണം ഇത്ര ആൾക്കാർ ഈ പാടത്ത് ഇത് ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. കാരണം ഒരാൾക്കൊരു ഉപദ്രവമില്ല, ഒരാൾക്കൊരു ദോഷമില്ല, ഒരു വീടിനൊരു ദോഷമില്ല. അങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് നമ്മളിത് നിർത്തലാക്കി വെടിക്കെട്ടിന് വേണ്ടി എത്ര ആൾക്കാരും ദേശത്തു നിന്ന് വന്ന ആൾക്കാർ ഒപ്പിടാണ്ട് ഇന്ന് കലക്ടറെ മുന്നിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കലക്ടർക്ക് കണ്ണ് മഞ്ഞളിക്കും. ഒരു ദേശത്തെ ഒരു പരിപാടിയാണ്, നമ്മളൊരു ദേശത്തെ പരിപാടിയാണ്. എത്ര ദേശത്തെ ഇതായിരുന്നു നമ്മളെ ദേശത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ദേശം വരുമ്പോൾ ഞാൻ അതിനോട് മുൻകൂട്ടി അതിന് മുന്നിൽ നിൽക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണോ? ഈ ദേശക്കാർ ചെയ്യേണ്ടതാണ്. നമ്മൾ മുൻകൂട്ടി മുന്നിൽ നിന്നിട്ട് നമ്മളെല്ലാം തൊട്ടാണ് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ഇതിനെ അനുകൂലിക്കുമെന്ന് പിന്നിലേക്ക് നിൽക്കുമോ നിങ്ങൾ ഒന്നൊന്ന് അറിഞ്ഞു നോക്കി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടെന്താന്ന്.
പൂക്കുത്തല കണ്ണേങ്കാവ് ക്ഷേത്രത്തിലെ ഈ ഒരു പൂരത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വെടിക്കെട്ട് ഉണ്ട് എന്നുള്ളതിലാണ് വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ വെടിക്കെട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല. അതുകൊണ്ട് ഭയങ്കര മൂഡ് ഓഫ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അടുത്ത പ്രാവശ്യം നല്ല വെടിക്കെട്ടൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യാം. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ.